പീപ്സ്, അപ്പോൾ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹോസ്റ്റലിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞങ്ങൾക്ക് വന്നിട്ട് ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഹോസ്റ്റലിൽ ഉച്ചയ്ക്ക് ബിരിയാണിയും രാത്രി ചോറുമാണ്. ചോറ് കഴിക്കാൻ തീരെ ഇഷ്ടമല്ല, കറി അത്ര പോരെന്നേ. ഹോസ്റ്റലല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞങ്ങൾ തിരുവനന്തപുരംകാരുടെ ഒരു സ്പെഷ്യൽ സാധനം, മുളകിട്ട മീൻകറി. എല്ലായിടത്തും ഉണ്ടാക്കുമല്ലേ. ഓക്കെ, എന്തായാലും ഹോസ്റ്റലിൽ കുക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. സോ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഞാൻ എൻ്റെ യുദ്ധം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമേ തന്നെ എണ്ണ ചൂടാക്കി അതിലേക്ക് ഉള്ളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ഇട്ട് നല്ലവണ്ണം അങ്ങ് വഴറ്റിയെടുക്കുക. നല്ലവണ്ണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഹോസ്റ്റലിൽ ഫുൾ അറിയണം ഈ റൂമിന് എന്തോ കുക്ക് ചെയ്യാമെന്ന്. അമ്മാതിരി വഴറ്റക്കാം. എന്നിട്ട് അതിൽ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പുളി മുന്നേ വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ. ഞാൻ മുന്നേ വെള്ളത്തിലിട്ട് വെച്ച പുളിയാണിത്. അത് പിഴിഞ്ഞ് ആ വെള്ളം നമ്മൾ ഈ ഒരു അരപ്പിലേക്ക് ചേർക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിനെ തിളയ്ക്കാൻ വിടണം. ആ പുളി നല്ലവണ്ണം തിളച്ച് അരപ്പിൽ പുളി വന്നു എന്ന് നമുക്ക് ഉറപ്പായതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ താരമായ മത്തി അല്ലെങ്കിൽ ചാള അതങ്ങ് ഇട്ട് കൊടുക്കുക. എനിക്കിഷ്ടമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ചാളക്കറി കൂട്ടാൻ വലിയ ഇഷ്ടമാണ്. സോ കിട്ടിയപ്പോൾ വാങ്ങി. ഞാനല്ല, എൻ്റെ ഫ്രണ്ട് ഫെബീനെ എല്ലാവർക്കും അറിയാമല്ലോ. സോ മത്തിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആ ഒരു പുളിയും എരിവും ഒക്കെ നമ്മുടെ ഇവനിൻ്റെ ഓരോരോ അവയവ അണുക്കളിലും അങ്ങ് ചേരണം. അങ്ങനെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ല വൃത്തിയാക്കിയിട്ട് ഞാനിതിൽ കുറച്ചൊക്കെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എരിവ് അത്ര പോരെ. എനിക്കൊരു നമ്മൾ ഈ ഒരു മുളകിട്ട് കറിക്ക് എന്താ വേണ്ടത്, കളറ്, നിറം, അത് വന്നില്ല, അതിനും വേണ്ടിയിട്ട് ഇട്ടതാണ്. എന്നിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച്, തീയൊന്നും കൂട്ടണ്ട കേട്ടോ, കെറ്റിൽ തീയൊന്നും കൂട്ടാൻ പറ്റില്ല. ഇട്ട് നല്ലോണം തിളപ്പിച്ച് വറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്തോ എൻ്റെ ആ ഒരു ഇത് ആവി പൊളിച്ച് കളഞ്ഞു ഗൈസ്. എന്നിട്ട് എന്താ, കറിയും കൂട്ടി നല്ലോണം ഒരു ചേമ്പ് മുട്ട പുഴുങ്ങിയതും കഴിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് പിറ്റേന്ന് കോളേജിൽ പോകണമല്ലോ എന്നുള്ള വിഷമത്തിൽ ഞങ്ങൾ കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ ഇത്രയ്ക്കുള്ള